2026 ഞാൻ എടുത്തൊരു തീരുമാനമായിരുന്നു ഈ സ്ക്രാച്ചൊക്കെ വീണ യൂസ് ചെയ്യാൻ പറ്റാത്ത പോലുള്ള നോൺ സ്റ്റിക് പാനുകളില്ലേ, ഇതുപോലത്തെയൊക്കെ ഇങ്ങനത്തെ ഒരു 2-3 ആളുടെ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കിയിട്ട് കാസ്റ്റ് അയൺ പാനുകളിലോട്ട് ഞാൻ സ്വിച്ച് ചെയ്യുന്നുള്ളത് ഞാൻ വിചാരിച്ചിരുന്ന ഒരു കാര്യമായിരുന്നു. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് ഞാൻ ഐക്കിയെന്ന് വാങ്ങിച്ച ഒരു കാസ്റ്റ് അയണിൻ്റെ പാനാണിത്. നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ ഇതിന്. ഇത് എൻ്റെ ആദ്യത്തെ കാസ്റ്റ് അയൺ പാനാണ്. ഇത് യൂസ് ചെയ്യണമെങ്കിൽ മുന്നേ ഇത് മയക്കി എടുക്കണം എന്നുള്ളൊരു പ്രോസസ്സ് ഉണ്ടല്ലോ, അത് ചെയ്യണം. അതായത് നമുക്ക് സീസണിങ് ചെയ്തെടുക്കണം. ഇത് സീസണിങ് ചെയ്യാതെ, പ്രോപ്പറായിട്ട് സീസണിങ് ചെയ്യാതെ നമ്മളിത് യൂസ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ കുക്ക് ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഇതിലേക്ക് അബ്സോർബ് ആയി പിടിക്കും. ഇത് മേടിച്ചപ്പോൾ തന്നെ എനിക്ക് ഇതിൻ്റെ കൂടെ കിട്ടിയ ഒരു പേപ്പറിൽ എഴുതിയിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ, ഒരു ഓയിൽ എടുക്കുക. അപ്പോൾ ഞാൻ തപ്പി നോക്കിയപ്പോൾ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഓയിൽ സൺഫ്ലവർ ഓയിൽ, ഇല്ലെങ്കിൽ അങ്ങനെ കുറച്ച് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഓയിൽ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ ആ ഓയിൽ വെച്ചിട്ട് ഫുള്ളൊന്ന് തുടയ്ക്കുക. ഇവിടെ അവനുണ്ട്, അപ്പോൾ അതിനകത്ത് വെച്ചിട്ട് ഒരു 300 ഡിഗ്രി ഫാരൻഹൈറ്റ് അതിനകത്ത് കമത്തി വെച്ച് 1 മണിക്കൂർ ഇത് ചെറിയ തീയിൽ ഇട്ടിട്ട് ഇങ്ങനെ സെറ്റാക്കി എടുക്കണം. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വെള്ളം ഒഴിച്ച് കഴുകി ഒന്ന് തുടച്ചെടുത്ത് നല്ലോണം ഉണക്കി വെച്ചിട്ടുണ്ട്. കാസ്റ്റ് അയൺ പാൻ ഒരിക്കലും സോപ്പ് വെച്ചിട്ട് കഴുകരുത്, അത് നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് വെള്ളം വെച്ച് കഴുകി നന്നായിട്ട് ഉണക്കി ഡ്രൈ ആക്കി വെച്ചിട്ടുണ്ട്. ഒരു ക്ലീൻ ക്ലോത്ത് എടുക്കുക. ഇത് ഞാൻ കിച്ചണിൽ മാത്രം ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് മാത്രം യൂസ് ചെയ്യാൻ മാറ്റി വെച്ചേക്കുന്ന ഒരു തോർത്താണ്. ഈ കാസ്റ്റ് അയൺ പാൻ കുറച്ച് എക്സ്പെൻസീവ് ആണ് കേട്ടോ, അതുകൊണ്ടാണ് നമുക്ക് ഒറ്റയടിക്കൊരു സ്വിച്ച് നടത്താൻ പറ്റാത്തത്. എണ്ണ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഓവനിലോട്ട് വെക്കാം. പക്ഷെ ഞാൻ കമത്തിയാണ് വെക്കുന്നത്. ഇനി അങ്ങനെ അത് ആ ഒരു ചൂടിൽ ഒരു മണിക്കൂർ മിനിമം ഇരിക്കണം. ഞാൻ 1 മണിക്കൂറേ വെക്കുന്നുള്ളൂ. ഇങ്ങനെ നമ്മൾ 3 തവണ, ടോട്ടൽ 3 തവണ ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യണം. എന്നിട്ടാണ് നമ്മൾ കാസ്റ്റ് അയൺ പാൻ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ബൈ.